മ്യൂസിക് ലൈഫ് വുഡ് ബി എ മിസ്റ്റേക്ക് പറഞ്ഞത് പ്രശസ്ത തത്വചിന്തകൻ ഫ്രെഡറിക് നീഷയാണ്. ശരിയും തെറ്റും നിർവചിക്കാനാകാതെ ഈ ലോകം സംഗീതം നൽകുന്ന സമാശ്വാസം കുറച്ചൊന്നുമല്ല. നമുക്ക് വളരെ പ്രിയപ്പെട്ട യുവ സംഗീതജ്ഞരാണ് ഇന്ന് നമുക്ക് ഇവിടെ അതിഥികളായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഒരുപാട് സംഗീത വിശേഷങ്ങൾ, ക്രിസ്മസ് സംഗീത വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി അവരെല്ലാം ഒത്തുകൂടിയതിന് ഒരു വലിയൊരു കാരണമുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുൻപ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായകരെ ഞാൻ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിജു ചേട്ടൻ, ബിജു നാരായണൻ സ്വാഗതം. ഒപ്പം മധുചേട്ടൻ, മധു ബാലകൃഷ്ണൻ സ്വാഗതം. സുദീപ് സ്വാഗതം. രൂപ രേവതി, അഞ്ജു, എലിസബത്ത്, പിന്നെ ഒരു കുട്ടി ഗായിക കൂടി നമുക്കിന്ന് ഇവിടെ അതിഥിയായിട്ടുണ്ട്. അന്നക്കുട്ടിയാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. 4 വയസ്സുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഗായികയാണ്. അപ്പോൾ എന്തായാലും ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ്. ഒരു മനോഹരമായ ഗാനം പാടി തന്നെ നമുക്ക് തുടങ്ങണം. ഈ ക്രിസ്മസ് സമയം തന്നെ നമുക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു സമയമാണ്. അത് ക്രിസ്തുദേവന്റെ തിരുപ്പിറവിയുടെ കാരണം ഒന്ന്, അതുകൂടാതെ ഒരു പുതിയ വർഷത്തിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ ഒരു സമയം കൂടിയാണ് ആ ഒരു കാലഘട്ടം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വളരെയധികം സമാധാനം നൽകുന്ന ഒരു സോങ് തന്നെയാവണം ആദ്യത്തെ ഗാനം എന്ന് എനിക്ക് തോന്നുന്നു. ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ശാന്തരാത്രി തിരുരാത്രി എന്നുള്ള ഗാനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടായിരിക്കും. കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അറിയാവുന്നൊരു സോങ് ആണ്. അതിലൂടെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ശാന്തമായി തുടങ്ങാം, പിന്നെ പതുക്കെ പിടിച്ചു കയറാം. ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി, വിണ്ണിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി. ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു. ഇവരെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടാൻ കാരണക്കാരൻ അവരുടെ ഇടയിൽ ഇരിപ്പുണ്ട്. ജിനോ കുന്നംപുറത്തെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 101ാമത്തെ ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ ആൽബമാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്, ഈശോ എന്ന ആൽബം. ആ ആൽബത്തിലെ 21 പാട്ടുകളാണുള്ളത്. ആ പാട്ടുകളിൽ പലതും പാടിയ ഗായകരാണ് നമുക്കിവിടെ അതിഥികളായിട്ട് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒന്നും ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. ഒരുപാട് പ്രത്യേകത ഉള്ള ആൽബമാണിത്. അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യമായിട്ടായിരിക്കാം ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിൽ 22 ഫ്രഷായിട്ടുള്ള സോങ്സ് ഉൾപ്പെടുത്തി പുറത്തിറങ്ങിയിട്ടുള്ളത്. പിന്നെ നമുക്കെല്ലാം മലയാളികൾക്കെല്ലാം അഭിമാനകരമായ 20ഓളം സിംഗേഴ്സ്, ബീച്ചേട്ടനും മധുചേട്ടനും സുദീപ് എല്ലാവരും കൂടി 20ഓളം സിംഗേഴ്സ് ഈ ആൽബത്തിൽ പാടിയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, 4 വയസ്സുള്ള അന്നക്കുട്ടി ഇതിനകത്തൊരു മനോഹരമായ ഗാനം പാടിയിട്ടുണ്ട്. കണ്ണൻ സൂരജ് ബാലൻ എന്ന് പറയുന്ന പ്രിയങ്കരനായ കീബോർഡിസ്റ്റ് അവസാനമായി കീബോർഡ് പ്രോഗ്രാമിംഗ് ചെയ്ത ഗാനമാണ് അന്നക്കുട്ടി പാടിയിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ ഏറ്റവും നിങ്ങൾ എല്ലാവരും തന്നെ ഒരുപാട് ആൽബങ്ങളിൽ ജിനോയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സീനിയേഴ്സ് ആയിരിക്കും. ആരാ സീനിയർ എന്ന് പറയാൻ എനിക്ക്, കാരണം എല്ലാവരും, എലിസബത്ത് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലൂടെയാണ് ഫേമസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എല്ലാവരും. ബിജു ചേട്ടൻ തന്നെ ഓൾമോസ്റ്റ് 10 വർഷത്തിൽ കൂടുതലായി ജിനോടൊപ്പം തന്നെ അല്ലേ ഒരുപാട് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ആൽബത്തിൽ പാടിയിട്ടുണ്ട്. ജിനോയായിട്ട് എങ്ങനെയാണ് ഒരു അസോസിയേഷൻ? പറഞ്ഞ പോലെ എത്ര വർഷത്തിന്റെ കണക്കൊന്നും അറിയില്ല. ജിനോ തുടങ്ങിയ പോലെ ജിനോന്റെ ആൽബംസിൽ പാടുന്നുണ്ട്. ഏകദേശം 92 ആൽബംസ് പാടിയിട്ടുണ്ട് 101. ഈ ആൽബത്തിന്റെ രചന ചെയ്തിരിക്കുന്ന മനോജ് ലവങ്കലാണ്. സംഗീതം നെൽസൺ പീറ്റർ എന്ന് പറഞ്ഞ പുതിയൊരു സംഗീത സംവിധാനമാണ്. അദ്ദേഹം 7 ആൽബം ഞാനും അദ്ദേഹമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി മധുചേട്ടനും ഒരുപാട് വർഷങ്ങളായിട്ട് ജിനോനെ പരിചയമുണ്ടോ? അതെ, ഈ ബിജു പറഞ്ഞ പോലെ തന്നെ ജിനോ എന്ന് ജനിച്ചു അല്ല എന്ന് ഈ ഫീൽഡിൽ വന്നോ അന്ന് മുതൽ, അതെ, ക്രിസ്തീയ ഭക്തിഗാന ലോകത്ത് എന്ന് ജനിച്ചു അന്ന് മുതൽ പരിചയമുണ്ട്. സീനിയർ ആയിട്ടുള്ള ജിനോടൊപ്പം തുടക്കത്തിലുള്ള 3 ഗായകരാണ് ഇപ്പോൾ വിശേഷങ്ങൾ പറഞ്ഞത്. ഈ കൂട്ടത്തിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരു ചക്കരക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്, അന്നക്കുട്ടി. അപ്പൊ ഇനി അടുത്ത പാട്ട് നമുക്ക് ആദ്യമായിട്ട് അന്നക്കുട്ടിയുടെ പാട്ട് തന്നെ കേട്ടാലോ? നെൽസൺ പീറ്ററുടെ മ്യൂസിക് ഡയറക്ടറുടെ മകളാണ്, സംഗീത സംവിധായകൻ, ഈശോ എന്ന ആൽബത്തിന്റെ സംഗീത സംവിധായകൻ നെൽസൺ പീറ്ററിന്റെ മോളാണ് അന്നക്കുട്ടി എന്നുള്ള കാര്യവും കൂടി ഈ സമയത്ത് എടുത്തു പറയേണ്ട കാര്യം. വേറൊരു സംഭവം എന്ന് വെച്ചാലേ, 3 തലമുറകളുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് ദക്ഷിണാമൂർ സ്വാമിക്കൊക്കെ കിട്ടിയ ഭാഗ്യമാണ്. അതായത് അന്നക്കുട്ടിയുടെ അപ്പൂപ്പൻ KG പീറ്ററിന്റെ മ്യൂസിക്കിൽ പാടാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും പാടിയിട്ടുണ്ട്. പീറ്ററേട്ടന്റെ മകനാണ് നെൽസൺ. നെൽസന്റെ കൂടെ പാടി, ഇപ്പം അന്നക്കുട്ടിയുടെ കൂടെ ആൽബത്തിൽ പാടി. അങ്ങനെ ഞങ്ങൾ 3 പേരും മുത്തശ്ശന്മാരായിരിക്കും. അന്നക്കുട്ടിയുടെ മുത്തശ്ശന്മാരായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഈശോ ആൽബത്തിലെ ആദ്യത്തെ പാട്ട് നമുക്ക് അന്നക്കുട്ടിയെ കൊണ്ട് തന്നെ പാടിക്കാം അല്ലേ?
ആകാശത്ത് സ്വർഗം കാക്കു സ്നേഹമിരിപ്പുണ്ട്. പാരിൽ പുണ്യം തൂകാനായി കൈകളിലെട്ടി നാഥനിരിപ്പുണ്ട്. ദൂരെ ദൂരെ ആകാശത്ത് സ്വർഗം കാക്കു സ്നേഹമിരിപ്പുണ്ട്. പാരിൽ പുണ്യം തൂകാനായി കൈകളിലെട്ടി നാഥനിരിപ്പുണ്ട്. എന്നും കണ്ണീരൊപ്പാനായി എന്നെ സ്വന്തമാക്കാനായി പ്രാണൻ നൽകാൻ താതനിരിപ്പുണ്ട്. എന്നും കണ്ണീരൊപ്പാനായി എന്നെ സ്വന്തമാക്കാനായി പ്രാണൻ നൽകാൻ താതനിരിപ്പുണ്ട്. പ്രാണൻ നൽകാൻ താതനിരിപ്പുണ്ട്. ഏറ്റവും കൂടുതൽ ക്രിസ്തീയ ഗാനങ്ങൾ പാടിയിട്ടുള്ളത് ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എലിസബത്ത് ആയിരിക്കും. ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല. എന്റെ സീനിയേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും അല്ലേ? അതേപോലെ തന്നെ അഞ്ജുവും റിയാലിറ്റി ഷോയിലൂടെ വന്ന് നമുക്ക് വളരെ പ്രിയങ്കരിയായ ഒരു പാട്ടുകാരിയാണ്. അഞ്ജുവിനെയും എങ്ങനെയാണ് നേരത്തെ അറിയാമോ? ജിനോ ചേട്ടനെ എനിക്ക് കുറെ നാളുകളായിട്ട് അറിയാം. കാരണം നമ്മൾ CD എല്ലാം കേൾക്കുന്ന കാരണം നമുക്ക് നേരത്തെ അറിയാം ജിനോ ചേട്ടനെ. ആരൊക്കെയാണ് പുതിയ CD ഇറക്കാൻ സാധ്യതയുള്ള പ്രൊഡ്യൂസേഴ്സ്? നല്ല നല്ല പാട്ടുകൾ വരുന്നത് നോക്കി വെച്ചിട്ടുണ്ട്. ക്രിസ്മസിന് ഇറങ്ങുന്നത് ക്രിസ്മസ് ഗാനങ്ങൾ ചേർന്ന ഒരു CD അങ്ങനെ ഇറങ്ങുന്ന അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. തരംഗിണിയുടെ ഒക്കെ ദാസാറിന്റെ ക്രിസ്മസിന് ഇറങ്ങുന്ന അങ്ങനെയുള്ള CD ആണ്. അല്ലാത്തത് പക്ഷെ ജിനോയുടെ ഈ ആൽബം ക്രിസ്മസ് സമയത്ത് ഇറങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഓൾ ടൈം നമുക്ക് ഒരു കാലങ്ങളോളം നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന പാട്ടുകളാണ്. ഏതവസരത്തിലും കേൾക്കാവുന്ന പാട്ടുകൾ. ഇപ്പൊ ഓരോന്നും ഓരോ സബ്ജക്ട് വൈസ് ആണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. സുദീപിന് കിട്ടിയത് ഏത് സബ്ജക്റ്റാണ്? എനിക്ക് കിട്ടിയത് അങ്ങനെ ഒരു പ്രത്യേക വിഷയമല്ല. അതൊരു പ്രാർത്ഥന, കോമൺ ആയിട്ട് അത് സാധാരണ ഈ പറഞ്ഞ പോലെ ആരാധനാലയങ്ങളിലൊക്കെ പള്ളിയിലൊക്കെ പാടാൻ പറ്റിയ ഒരു പാട്ടാണ്. അങ്ങനത്തെ ഒരു അതുപോലെ ഈ രൂപ പാടിയിരിക്കുന്ന ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു പാട്ടാണ്. സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു പാട്ടാണ്. കൂടാതെ രൂപയിനകത്ത് വയലിൻ വായിച്ചിട്ടുണ്ട്. ഒരു മനോഹര കസ്റ്റർ പാടിയ പാട്ടിന്റെ വയലിൻ വായിച്ചിട്ടുണ്ട്. ആ പാട്ട് ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ ഒരു പ്രോഗ്രാം പോയിട്ട് അവിടെ പോയി ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സ്വിറ്റ്സർലാൻഡ് വരെ എന്നെ കൊണ്ടുപോയി. പ്രത്യേകത അതാണ് പ്രത്യേകത. ഇവരാരും അറിഞ്ഞില്ല, നമ്മളെ കൊണ്ടുപോയിട്ടില്ല. ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയതാണ്. പക്ഷെ ജിനോ ചേട്ടൻ എപ്പോഴും ഈ ഹോംവർക്ക് എന്ന് പറയണോ അല്ലാതെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. അറിയാതെ പോയി. അതും നമ്മളൊന്നും അറിഞ്ഞില്ല. എന്താ പ്രശ്നം അറിയോ? നമുക്ക് വയലിൻ വായിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മളെ എറണാകുളത്ത് വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യും. വയലിൻ അറിയാവുന്നവരെ അടുത്ത വർക്കിൽ നമ്മളെ കൊണ്ടുപോകായിരിക്കും. ഞാനിപ്പോ തന്നെ വയലുമായി പഠിക്കാൻ പോവാ. അപ്പൊ എന്തായാലും രൂപ സ്വിറ്റ്സർലൻഡിൽ പോയി വയലിൻ വായിച്ചത് എങ്ങനെയാണ് നമുക്കൊക്കെ കേൾക്കണ്ടേ? തീർച്ചയായിട്ടും. പിന്നെ പാട്ടിനേലും വെല്ലുന്ന വയലിൻ ഇതായിരുന്നു രൂപയുടെ. അപ്പൊ എന്തായാലും മധുചേട്ടൻ ഈ ആൽബത്തിന് വേണ്ടി, ഈശോ എന്ന ആൽബത്തിന് വേണ്ടി പാടിയ പാട്ട് കുരിശേ കുരിശുമരമേ. നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്മസ് ടൈമിൽ റിലീസ് ആയതുകൊണ്ട് ക്രിസ്മസിന് പാടാൻ പറ്റിയ പാട്ടല്ല ഇത്. ഇത് ഈസ്റ്ററിന് പാടാൻ പറ്റിയ പാട്ടാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇതിപ്പോ ജിനോ ചെയ്തിരിക്കുന്നത് ഒരു ക്രിസ്മസ് ആൽബം ആയിട്ടല്ല, എപ്പോഴും ക്രിസ്തു എല്ലാവർക്കും ആസ്വദിക്കാവുന്ന ഒരു ആൽബമായിട്ടാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. കുരിശേ കുരിശുമരമേ മാനവരക്ഷ തൻ അടയാളമേ. കുരിശേ കുരിശുമരമേ മാനവരക്ഷ തൻ അടയാളമേ. ഇരുളിൽ നാളമായി തെളിഞ്ഞവനെ. ഇരുളിൽ കൂരിരുളിൽ കനിവിൻ നാളമായി തെളിഞ്ഞവനെ. കുരിശേ കുരിശുമരമേ മാനവരക്ഷ തൻ
അടയാളമേ. ക്രൂശിതനായ നിൻ തിരുനിണമൊഴുകിയ മണ്ണിലലിഞ്ഞെൻ്റെ കണ്ണുനീരും. ക്രൂശിതനായ നിൻ തിരുനിണമൊഴുകിയ മണ്ണിലലിഞ്ഞെൻ്റെ കണ്ണുനീരും. കാലമറിഞ്ഞ നിൻ കാലൊച്ച കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നു പാപി ഞാൻ. കാലമറിഞ്ഞ നിൻ കാലൊച്ച കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നു പാപി ഞാൻ. കുരിശേ കുരിശുമരമേ മാനവരക്ഷതൻ അടയാളമേ. എന്തായാലും മധുചേട്ടൻ്റെ പാട്ട് നമ്മൾ കേട്ടു. ഓരോ പാട്ട് കേൾക്കുമ്പോഴും ഓരോന്നും ഒന്നിനൊന്ന് മെച്ചമാണെന്ന് ഇവിടെ ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോ എന്ന ആൽബത്തിലെ ഗാനങ്ങൾ. അടുത്ത പാട്ട് പാടാൻ റെഡി ആയിട്ട് തുടക്കം മുതൽ മയക്കം പിടിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ ബിജു ചേട്ടൻ. നിൻവിരലാൽ ഒന്നു തൊടാൻ കാത്തിരിപ്പു ഞാൻ. നിന്നലിവാൽ എൻ ഹൃദയം സൗഖ്യമായിടുവാൻ സദയമണഞ്ഞിടണേ മുറിവിൽ കഴുകണമേ. ആ സ്നേഹധാരയിൽ എന്നെ കഴുകണമേ. സദയമണഞ്ഞിടണേ മുറിവിൽ കഴുകണമേ. ആ സ്നേഹധാരയിൽ എന്നെ കഴുകണമേ. നിൻവിരലാൽ ഒന്നു തൊടാൻ കാത്തിരിപ്പു ഞാൻ. നിന്നലിവാൽ എൻ ഹൃദയം സൗഖ്യമായിടുവാൻ സദയമണഞ്ഞിടണേ മുറിവിൽ കഴുകണമേ. ആ സ്നേഹധാരയിൽ എന്നെ കഴുകണമേ. സദയമണഞ്ഞിടണേ മുറിവിൽ കഴുകണമേ. ആ സ്നേഹധാരയിൽ എന്നെ കഴുകണമേ. അപ്പൊ ബിജു ചേട്ടന്റെയും മനോഹരമായ ഗാനം ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും പറയാൻ പറ്റുന്നില്ല ഏതാണ് മികച്ച ഗാനം. ഇനി അടുത്ത നറുക്ക് വീണിരിക്കുന്നത് സുദീപിനാണ്. ഞാൻ മറന്ന ദൈവമെന്നെ കാത്തിടുന്നു കരുതലോടെ. ഞാനകന്ന നേരമെന്നെ കാത്തിരുന്നു കരുണയോടെ. ഞാൻ മറന്ന ദൈവമെന്നെ കാത്തിടുന്നു കരുതലോടെ. ഞാനകന്ന നേരമെന്നെ കാത്തിരുന്നു കരുണയോടെ. ജീവനോളം സ്നേഹമേകി കൂടെ വന്നു എൻ്റെ ദൈവം. ജീവനോളം സ്നേഹമേകി കൂടെ വന്നു എൻ്റെ ദൈവം. കൂട്ടിരുന്നു ദൈവസ്നേഹം. ഞാൻ മറന്ന ദൈവമെന്നെ
കാത്തിരുന്നു കരുണയോടെ. കണ്ണുമായി കനിവുള്ള ദൈവം ഹൃദയ കവാടം തുറന്നെനിക്കായി. വഴിക്കണ്ണുമായി കനിവുള്ള ദൈവം ഹൃദയ കവാടം തുറന്നെനിക്കായി. കുറവൊന്നും കാണാതെ നെഞ്ചോരം ചേർത്തിൻ്റെ നിറമിഴി കവിളിൽ ഉമ്മ നൽകി. കുറവൊന്നും കാണാതെ നെഞ്ചോരം ചേർത്തിൻ്റെ നിറമിഴി കവിളിൽ ഉമ്മ നൽകി. സ്വർഗസ്ഥനായ എൻ പിതാവ്. അപ്പോൾ സുദീപിൻ്റെയും മനോഹരമായ പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. എന്തായാലും ഇനി നമ്മൾ ഗായികമാരിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഒരു കൊച്ചു ഗായികയെ ഞാൻ എന്തായാലും അന്നക്കുട്ടി ഇങ്ങനെ ഭയങ്കര ക്ഷീണിച്ച് വിശന്നൊക്കെ ഇരിക്കുകയാണ്. അപ്പം അന്നക്കുട്ടിക്ക് ഒരു നല്ല കൈയടി കൊടുത്തിട്ട് നമുക്ക് അന്നക്കുട്ടിയെ ഇന്ന് ഇവിടെ നിന്ന് അമ്മയുടെ അടുത്തേക്ക് വിടാം. വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അന്നക്കുട്ടി. നല്ലോണം പാടി, നല്ല പാട്ടായിരുന്നു. ഇനി ഒരുപാട് പേര് അങ്ങനെ ഫോൺ ചെയ്ത് പറയൂ കേട്ടോ നല്ലോണം പാടിയെന്ന്. അച്ഛൻ്റെ അടുത്തും പറയണം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തതായിട്ട് അഞ്ജുവിൻ്റെയും എലിസബത്തിൻ്റെയും പാട്ട് കേൾക്കാം, ആസ്വദിക്കാം അല്ലേ? നിന്നെ സ്നേഹിച്ചു സ്നേഹിച്ചു നീയാക്കിയ നിന്റെ മാതാപിതാക്കളെ നീ മറന്നു. നിന്നെ സ്നേഹിച്ചു സ്നേഹിച്ചു നീയാക്കിയ നിന്റെ മാതാപിതാക്കളെ നീ മറന്നു. വെയിലേറ്റുവാടിയ അവരാണു നിൻ തണൽ എന്നൊരു വേള നീ മറന്നു. വെയിലേറ്റുവാടിയ അവരാണു നിൻ തണൽ എന്നൊരു വേള നീ മറന്നു. ദൈവത്തിൽ നിന്നകന്നു കുഞ്ഞേ, ദൈവത്തിൽ നിന്നകന്നു. ഓ ദിവ്യകാരുണ്യമേ, നീ എന്നിൽ വന്നിടുമോ? ഓ ദിവ്യകാരുണ്യമേ, നീ എന്നിൽ വന്നിടുമോ? ഈ ബലിവേദിയിൽ ഈ അൾത്താരയിൽ വാഴുന്ന എന്നീശുവേ, വാഴുന്ന എന്നീശുവേ, ദിവ്യകാരുണ്യനാഥാ എന്നിൽ വന്നിടുക നീ. ദിവ്യകാരുണ്യനാഥാ യേശുവേ, നീ എന്നെല്ലാം കാണുന്നു, നീ എന്നുള്ളിൽ വാഴുന്നു, എന്നെ ഉള്ളം കയ്യിൽ പാലിച്ചിടുന്നു. ഇനി രൂപയുടെ പാട്ട് കൂടെ നമ്മൾ കേൾക്കാനുള്ളൂ. എന്നെ സ്നേഹിക്കുന്നവർക്കായി എരിയാം മെഴുതിരി പോലെ. എന്നെ സ്നേഹിക്കുന്നവർക്കായി എരിയാം മെഴുതിരി പോലെ. എന്നും സ്നേഹിക്കുവാനായി
മുമ്പ് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് തുടങ്ങിയത് നമ്മൾ എല്ലാവരും കൂടെ പാടിയിട്ടാണ് തുടങ്ങിയത്. അതേപോലെ തന്നെ അവസാനിപ്പിക്കണം. അതിപ്പോൾ ഈശോയിലെ പാട്ടിന് വേണമെന്ന് ഞാൻ പറയില്ല. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, മലയാളികൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ക്രിസ്മസ് ഗാനം ഏതായിരിക്കും? ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി, ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി, ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ഇന്നു നിന്റെ പാട്ടു തേടി കൂട്ടു തേടിയാലോ, വന്നു നിന്റെ വീണയതിൻ പാണികളിൽ തൊട്ടു ആടുമേക്കാൻ കൂടെ വരാം, പൈക്കളുമായി പാടി വരാം, കാതിരാരു ചൊല്ലി. ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി, ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി, ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ.